കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി സെപ്റ്റംബർ 5 കൊച്ചിയിൽ. ഒറാക്കിളും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഉൾപ്പെടെ ആഗോള ടെക് ഭീമന്മാർ പങ്കാളികളാകും. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയ്ക്ക് ദിശാബോധം നൽകുന്ന കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 2026 സെപ്റ്റംബർ 5 കൊച്ചിയിലെ മെറിഡിയൻ ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ സൈബർ പ്രതിരോധ ശേഷി എന്നതാണ് പ്രധാന വിഷയം. ഒറാക്കിൾ, ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സിസ്കോ, സീസ്കലർ തുടങ്ങിയ പ്രമുഖ ആഗോള സാങ്കേതിക സ്ഥാപനങ്ങൾ ഉച്ചകോടിയെ പിന്തുണയ്ക്കുന്നു. ഈ കോൺഫറൻസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സൈബർ സെക്യൂരിറ്റിയിലുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് രീതിയിലുള്ള സ്കാംസും ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളും ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ്സും എല്ലാം നേരിടുന്നുണ്ട്. അപ്പം അതിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് അവയർനെസ് കൊണ്ടുവരാൻ പറ്റും, അതാണ് നമ്മൾ ഈ ഒരു കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം സെക്കൻഡ് എഡിഷൻ നമ്മൾ ഒരു 4 times ബിഗർ സ്കെയിലിലാണ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി 1000-ന് മുകളിൽ രജിസ്ട്രേഷൻസും 40-ന് മുകളിൽ സ്പീക്കേഴ്സും മൾട്ടിപ്പിൾ സെഷൻസ്, അതായത് ലൈവായിട്ടുള്ള അറ്റാക്ക് സിമുലേഷൻസ് അടക്കമുള്ള സെഷൻസും നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 5 ലേ മെറിഡിയനിലെ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. സീനിയർ ലീഡർഷിപ്പ് ഫ്രം ദ ഗവൺമെന്റ്, നാഷണൽ ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. F9 ഇൻഫോടെക്കിന്റെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. DSCI, ടൈ കേരള, കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയാണ് മറ്റ് പ്രധാന പങ്കാളികൾ. പാർലമെന്റ് അംഗം ഹൈബി ഈഡൻ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മനോജ് എബ്രഹാം IPS, എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക G IAS, ഡിജിറ്റൽ സർവകലാശാല കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ CEO വിനായക് ഗോഡ്സെ, റിട്ടയർഡ് മുൻ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ ഭാരത് സർക്കാർ ലഫ്റ്റനന്റ് ജനറൽ മാധവൻ ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയ പ്രമുഖരും 1000-ലധികം പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. സാധാരണക്കാര് തൊട്ട് കോർപ്പറേറ്റ് വരെ അവർ ഡെയിലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ചിലപ്പോൾ ഒരാൾക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ചില AI ബേസ്ഡ് ആയിട്ടുള്ള പല മെത്തേഡ് വഴി ആൾക്കാരെ പറ്റിച്ച് പൈസ എടുക്കുന്നു. അപ്പം അതിനെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? അപ്പം അതുപോലത്തെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് സിമുലേഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. റിയൽ ടൈം സിമുലേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു സാധാരണ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വരുന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ കാണിക്കും, ഇന്ന രീതിയിലാണ് ഇൻസിഡന്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട പ്രീ മെഷേഴ്സ് എങ്ങനെ എടുക്കാൻ പറ്റും, ആർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് മോണിറ്റർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള പുതിയ അറ്റാക്സുകളാണ് വരുന്നത്, അത് എത്രത്തോളം ഡാമേജ് കമ്പനികൾക്ക് ഉണ്ടാക്കുന്നുള്ളതൊക്കെയാണ് അതിനെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വരുന്നത്. തത്സമയ AI അറ്റാക്ക് സിമുലേഷനുകൾ, ടെക്നിക്കൽ മാസ്റ്റർ ക്ലാസുകൾ എന്നിവയും ഉച്ചകോടിയിൽ ഉണ്ടാകും. ഇന്ത്യൻ ചേംബർ സുരക്ഷാ രംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള പ്രഥമ KCSS സൈബർ എക്സലൻസ് അവാർഡുകൾ 2026 ഉച്ചകോടിയിൽ വിതരണം ചെയ്യും. സൈബർ സെക്യൂരിറ്റി ലീഡർ ഓഫ് ദി ഇയർ, സൈബർ സെക്യൂരിറ്റി എന്റർപ്രൈസ് ഓഫ് ദി ഇയർ, സൈബർ സെക്യൂരിറ്റി പ്രൊജക്ട് ഓഫ് ദി ഇയർ, സൈബർ സെക്യൂരിറ്റി ഇന്നോവേഷൻ അവാർഡ്, സൈബർ സെക്യൂരിറ്റി ഇക്കോസിസ്റ്റം എക്സലൻസ് അവാർഡ് എന്നീ 5 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുന്നത്. ഡിജിറ്റൽ സുരക്ഷയിൽ കേരളത്തെ മുന്നിലെത്തിക്കാനും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ടെക് ഹബ്ബായി കൊച്ചിയെ വളർത്താനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു. വാർത്താ സമ്മേളനത്തിൽ F9 ഇൻഫോടെക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയകുമാർ മോഹനചന്ദ്രൻ, ചീഫ് ടെക്നോളജി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.